ഇതേ ടോപ്പിക്ക് റിലേറ്റഡ് ഒരിക്കലും ഇങ്ങനെ ജാസ്മിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നൈസായിട്ട് പുച്ഛിച്ചുകൊണ്ട് ഒരു വീഡിയോ ആര്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യ ചേച്ചി ചെയ്ത് അതേ മിസ്റ്റേക്ക് തന്നെയല്ലേ ഞാനും ചെയ്തത്, എന്നിട്ട് എന്തിനാണ് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തതെന്ന് ജാസ്മിൻ ചോദിച്ചു എന്നാണ് ആര്യ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആര്യ ഈ ജാസ്മിൻ്റെ അത്തയുടെയൊക്കെ വോയിസൊക്കെ ഏതോ ലൈവിലൊക്കെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയെ കൂടെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തു എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത്. പിന്നെ ആര്യയുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ DJ, പുള്ളിക്ക് ഓൾറെഡി ജാസ്മിനോട് ഒടുങ്ങാത്ത പകയാണ്. അപ്പോൾ അപ്പോൾ പുള്ളി ഓൾറെഡി വന്ന് ഈ ആര്യയുടെ ചെവി തിന്ന് നിന്ന് 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 പുള്ളിയുടെ വെറുപ്പ് ചിലപ്പോൾ ആര്യയുടെ ഉള്ളിൽ കയറ്റി കാണും. എന്നിട്ട് ആ ഒരു ഏജിലൊക്കെ ഉള്ള ജാസ്മിനെയൊക്കെയാണ് ഇപ്പോൾ ഇവർ വിടാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ആര്യ ബിഡായിയും രോഹനും കൂടിയുള്ള ഒരു ചാറ്റ് ഷോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, അതിൽ ജാസ്മിനെ പറ്റി ഇങ്ങനെ ആര്യ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതേ ടോപ്പിക്ക് റിലേറ്റഡ് ഒരിക്കലും ഇങ്ങനെ ജാസ്മിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നൈസായിട്ട് പുച്ഛിച്ചുകൊണ്ട് ഒരു വീഡിയോ ആര്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞാലേന്ന് ഓർത്ത് അത് ചെയ്തില്ല. ഇപ്പോൾ ഇതിനകത്ത് ആര്യ സംസാരിക്കുന്നതായിട്ട് ഇപ്പോൾ അവരൊന്നും വിട്ടിട്ടില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഷോയുടെ പേര് തന്നെ ഓപ്പൺ മൈക്ക് വിത്ത് രോഹൻ എന്നാണ്. ഓരോരുത്തരെയും വിളിച്ചിരുത്തി അവർക്ക് പറയാനുള്ളത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് ആ ഷോയെ പറ്റി എനിക്ക് മനസ്സിലായത്. ഈ രോഹൻ്റെയൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഓപ്പണായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ഓർത്തത്. ഷോയിന് മുമ്പോട്ട് ഇത് പോകുന്നുണ്ടെങ്കിൽ വൻ കോമഡി ആയിരിക്കും. എന്തായാലും ഈ ഷോ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയാനുള്ള കുറച്ച് കണ്ടന്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കണം. ആ ഷോയുടെ ആ ഒരു എപ്പിസോഡിൽ ആര്യയും രോഹനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുടെ വീഡിയോസിലേക്ക് നമുക്ക് കിടക്കാം. അതിൽ രോഹൻ പറയുന്നത് ഒരാളുടെ വിവാഹമോചനത്തിൻ്റെ സമയത്ത് അവനവൻ്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളുടെ തെറ്റ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ആര്യ മാത്രം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ് രോഹൻ പറയുന്നത്. ആ വീഡിയോയിൽ പറയുന്ന ആര്യക്ക് ഒരുപാട് പേര് കുറേ റീൽസ്, കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്ത് എല്ലാവരും ചോദിച്ചു, എന്താണ് ആ കുട്ടി പറയുന്നത്, എന്താണ് ആ കുട്ടി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഒരുപാട് പേര് ആര്യയ്ക്ക് ജാസ്മിൻ്റെ ഇൻ്റർവ്യൂയുടെ വീഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ കുറച്ച് റീൽസൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഈ കുട്ടി എന്താ ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചു അത്രേ. വീഡിയോ ഫുള്ള് കണ്ടില്ലെന്നും അതിൻ്റെ താഴെയുള്ള കമൻസൊക്കെ ഒരുപാട് വായിച്ചു എന്നൊക്കെയാണ് ആര്യ പറയുന്നത്. ഇപ്പോഴും വിട്ടുകളയാതെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിട്ട് അത് തോന്നിയെങ്കിൽ ആ വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കായിരുന്നു. അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആര്യ ചേച്ചി ചെയ്ത് അതേ മിസ്റ്റേക്ക് തന്നെയല്ലേ ഞാനും ചെയ്തത്, എന്നിട്ട് എന്തിനാണ് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തതെന്ന് ജാസ്മിൻ ചോദിച്ചു എന്നാണ് ആര്യ ഇതിനകത്ത് പറയുന്നത്. ആര്യ ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഞാനും ചെയ്തതെന്ന് ജാസ്മിൻ പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ സ്വഭാവത്തോടുകൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ജാസ്മിൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. ആര്യ സൈബർ ബുള്ളിങ് ഒക്കെ അനുഭവിച്ച ഒരാളാണെന്ന് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾ മറ്റൊരാളെ ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ജാസ്മിനെ വിഷമിപ്പിച്ചതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ആര്യക്ക് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ തെറ്റ് പറ്റിയെന്ന് ആര്യ പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തെറ്റുകളൊക്കെ സംഭവിക്കാവുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് ജാസ്മിൻ എന്നും അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് ജാസ്മിൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആര്യ ഈ ജാസ്മിൻ്റെ അത്തയുടെയൊക്കെ വോയിസൊക്കെ ഏതോ ലൈവിലൊക്കെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയെ കൂടെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തു എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത്. അതാണ് ജാസ്മിനെ വിഷമിപ്പിച്ചതെന്നാണ് ജാസ്മിൻ പറയുന്നത്. അല്ലാതെ ജാസ്മിനും ആര്യയും ഒരേ തെറ്റാണ് ചെയ്തതെന്ന് ജാസ്മിൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ആര്യയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആര്യയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും തോട്ടുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് റീസൺ പറയാം. ആര്യ ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ ഫുള്ളൊന്നും കണ്ടിട്ടില്ല, ഏതോ ക്ലിപ്പുകളൊക്കെയാണ് കണ്ടത്. അത് വെച്ചാണ് ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആര്യയുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ DJ, പുള്ളിക്ക് ഓൾറെഡി ജാസ്മിനോട് ഒടുങ്ങാത്ത പകയാണ്. അപ്പോൾ അപ്പോൾ പുള്ളി ഓൾറെഡി വന്ന് ഈ ആര്യയുടെ ചെവി തിന്ന് നിന്ന് 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 പുള്ളിയുടെ വെറുപ്പ് ചിലപ്പോൾ ആര്യയുടെ ഉള്ളിൽ കയറ്റി കാണും. പിന്നെ ചുറ്റുമുള്ളതെല്ലാം അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. പുള്ളിയാണെങ്കിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല മിടുക്കനുമാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് അത് മനസ്സിലാവുള്ളൂ. കൂടെ നിന്ന് മറ്റുള്ളവരുടെ ബ്രെയിനിലേക്ക് ആവശ്യമില്ലാത്ത ഇതുപോലത്തെ പക ഐറ്റംസൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആളാണ് കക്ഷി. ഇങ്ങനെയുള്ളവന്മാരൊക്കെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന് മാത്രമല്ല വേറെ പലർക്കും റെസ്പെക്റ്റും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു നിന്നിരിക്കും. സ്വാഭാവികം. പിന്നെ ഒരു കോയിൻസിഡൻസ് പോലുള്ള ഒരു കാര്യം കൂടെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എത്ര ക്യൂട്ടായിട്ടാണ് 23 വയസ്സുള്ള ഒരു അമച്വറായിട്ടുള്ള ഒരു ആര്യയെ പറ്റി പറഞ്ഞു വെക്കുന്നത്. 23-24 വയസ്സുള്ള പൊട്ടിയായിട്ടുള്ള ഒരു ആര്യയെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ പ്രായത്തിൽ ആര്യ ചെയ്തത് ഒരു പൊട്ടി പെണ്ണിൻ്റെ പൊട്ടത്തരമായിട്ട് കണക്കാക്കാം.
ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഏറെക്കുറെ മനസ്സിലാക്കാൻ ആ ഒരു ഏജിലൂടെ കടന്നുപോയവർക്ക് സാധിക്കണമല്ലോ. എന്നിട്ട് ആ ഒരു ഏജിലൊക്കെ ഉള്ള ജാസ്മിനെയൊക്കെയാണ് ഇപ്പോൾ ഇവർ വിടാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് സ്വന്തം ബ്രെയിനെങ്കിലും യൂസ് ചെയ്യൂ എന്ന് മാത്രമേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. ഏതായാലും 23 വയസ്സിലെ അമച്വർ ആയിട്ടുള്ള ആര്യ ചേച്ചിയിൽ നിന്ന് മാറി മെച്വേർഡ് ആയിട്ടുള്ള ഒരു ആര്യ ചേച്ചിയുടെ പെർഫോമൻസ് നമുക്കിപ്പോൾ കാണാം. ആര്യ ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ആര്യ ചേച്ചിനെ ഇപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല. ആര്യ ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വളരെ മോശമായിപ്പോൾ ആര്യ ചേച്ചി ചെയ്തത്. പക്ഷെ ആര്യ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. ആര്യ ചേച്ചി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ, അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടും. പക്ഷെ ആര്യ ചേച്ചി എനിക്ക് ഇഷ്ടമല്ല. അതായത് പണ്ട് ആര്യ ചേച്ചി നല്ല വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആര്യ ചേച്ചി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ റീൽസ് മാത്രമേ കാണാറുള്ളൂ, ഫുൾ വീഡിയോ ഒന്നും കാണാറില്ല. അതിൻ്റെ കമൻസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ നേരെ ഇരുന്ന് നോക്കുന്നത്. പിന്നെ കൂട്ടുകാർ പറയുന്ന കേട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ നോക്കും. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് വേറൊരാളുടെ പകയെടുത്ത് നമ്മുടെ മനസ്സിൽ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാനാണ് പരിപാടിയെങ്കിൽ അടിപൊളി. എന്നിട്ട് ഇതുപോലുള്ള പരിപാടികൾ ഒപ്പിച്ചിട്ട് പണ്ട് ഞാൻ സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ടെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അതിലും അടിപൊളി. ഏതായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. താങ്ക് യു.